expectancy. ഇന്ന് രാവിലേക്കാൾ നിങ്ങളിൽ നിന്ന് വലിയൊരു ആത്മീയമായ ദാഹവും വിശപ്പും നിങ്ങളുടെ മുഖത്തൊക്കെ കാണുവാൻ കഴിയും. I wouldn't be surprised if the Holy Ghost just shows up early here. ശനിയാഴ്ച രാവിലത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. There's something that Jesus finds irresistible. നമ്മുടെ ജീവിതത്തിൽ തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക അനുഭവം ദൈവം നമുക്ക് വേണ്ടി തരാൻ പോകുകയാണ്. There's something that he just cannot pass by. നമുക്കൊരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തി. It's a heart of hunger. A heart of hunger. ഒരു ആത്മീയമായ വിശപ്പ്, ഒരു ദാഹം. It's a heart of desperation. ഒരു വലിയ തീവ്രമായ ഒരു വ്യഗ്രത. It's a heart that says, Lord, I need you. ദൈവമേ എനിക്ക് നിന്നെ കൂടുതലായി അറിയണം. Lord, I want you. ദൈവമേ എനിക്ക് നിന്നെ കൂടുതലായി വേണം. I want all that you have for me. എനിക്ക് വേണ്ടി നീ സംഗ്രഹിച്ചുള്ള സകലതും എനിക്ക് പ്രാപിപ്പാൻ താല്പര്യമുണ്ട്. It's a heart that Jesus will bless. അങ്ങനെയുള്ള ഹൃദയങ്ങളെ എന്റെ ദൈവം തൃപ്തി അടയ്ക്കാൻ വിശ്വസ്തനാണ്. It's a heart that the Holy Spirit will touch. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ജീവിതങ്ങളെ സ്പർശിക്കും. How many of you are hungry here this morning? ഇന്ന് രാവിലെ കാലം ആത്മീയ വിശപ്പ് ദാഹമുള്ളവരെ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വപ്പെടുത്തട്ടെ. Just lift your hands with me. കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. ഇരു കാര്യങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. എല്ലാ പ്രിയപ്പെട്ടവരും ഇരു കാര്യങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാട്ടെ. Lord, I ask you in Jesus' name ദൈവമേ ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലത്തോടെ ഞങ്ങൾ യാചിക്കുകയാണ് that you would pour out your Spirit upon this congregation. ഈ ജനത്തിന്മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നീ പകരണമേ. Lord, I ask you that you would do something here in Kerala. ദൈവമേ കേരളത്തിൽ നീ ഒരു പ്രത്യേകമായ ഒരു അനുഭവം, ഒരു ശുശ്രൂഷ അപ്പോൾ ഇന്ന് പകൽക്കാലം ചെയ്യണമേ. That would resonate to the ends of the earth in the name of Jesus. ഈ ജനം ആത്മാവിനാൽ നിറയപ്പെട്ട് ലോകത്തിന്റെ അറിഞ്ഞവരെ കടന്നുപോയി നിന്നെ സാക്ഷ്യം വഹിപ്പാൻ. Lord, make this an epicenter. കർത്താവേ ഇതൊരു ഉറവിടമാക്കി തീർക്കണമേ. Make these people catalysts. ഈ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. Let the fire of the Holy Spirit burn അഭിഷേകത്താൽ നിറയ്ക്കണമേ. And may it be sent to the nations of the earth. അവരെ നിറയപ്പെട്ടവരായി ലോകത്തിന്റെ അറിഞ്ഞുകളെ കടന്നു പോകുവാൻ. In the mighty name of Jesus. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. And everyone said. എല്ലാവരും ചേർന്ന് പറഞ്ഞ ആമേൻ. ഉറക്കെ പറഞ്ഞ ആമേൻ. കാര്യങ്ങൾ താത്തിട്ടാണ്. I believe something is going to happen here this week that will change your life. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് വഴി നടത്താൻ പോകുകയാണ്. The power of the Holy Spirit is going to come down here. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തി ഈ പന്തലിനുള്ളിൽ ഇറങ്ങാൻ പോകുകയാണ്. Those of you that are preachers, ഇവിടെ പ്രാസംഗികരായ പ്രിയപ്പെട്ടവരുണ്ട്. പ്രാസംഗികർ. Those of you that are pastors, അനേക പാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. those of you that are evangelists, സുവിശേഷകന്മാർ ഇവിടെ അനേകരുണ്ട്. get ready for your ministry to go to the next level. ശുശ്രൂഷയെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി നിങ്ങളെ കാത്തിരുന്നു. Get ready for your churches to go to the next level. നിങ്ങളുടെ സഭകൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്നത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Get ready for your gospel meetings to go to the next level. നിങ്ങളുടെ സുവിശേഷ മഹായോഗങ്ങൾ മുമ്പ് നടത്തിയ പോലെ അല്ല, മറ്റൊരു മണ്ഡലത്തിലേക്ക് നടത്തപ്പെടാൻ പോകുന്നവർ വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Because you're going to receive an impartation here this week. കാരണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇംപാർട്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ്. I speak to you in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. I prophesy this right now. ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിച്ച് പറയുകയാണ്. There's going to be an outbreak of healing in your ministry. നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെ അത്ഭുത രോഗശാന്തി നടക്കാൻ പോകുകയാണ്. There's going to be an outbreak of the supernatural. നിങ്ങളുടെ ജീവിതത്തിൽ അമാനുഷികമായ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. Signs and wonders are going to follow your preaching. നിങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കാൻ പോകുകയാണ്. People are going to look at Kerala and say, that's God's country. കേരളത്തെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയട്ടെ ഈ ദൈവത്തിന്റെ രാജ്യമായി മാറാൻ പോകുകയാണ്. That's where God moves in power. അവിടെ ദൈവ ശക്തിയോടെ വ്യാപരിക്കുകയാണ്. That's where he manifests his presence like no else. ദൈവത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ വ്യാപരിക്കുകയാണ്. How many of you want to receive it? Just lift your hands right now. അങ്ങനെ വിശ്വസിക്കുന്ന ഇരു കാര്യങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. If you're hungry, lift your hands right now. നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യഗ്രതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ഇരു കാര്യങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. May it be so in the name of Jesus. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങൾ താത്തിട്ടാട്ടെ. I love the presence of the Lord. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. There's no place like being in the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പോലെ മറ്റൊരു സ്ഥലം നമ്മുടെ ജീവിതത്തിലില്ല. David said, I would rather spend one day in the house of God than 1,000 days anywhere else. ദൈവത്തിന്റെ ദാസനായ ദാവീദ് പ്രകാരം പറയുന്നു, നിന്റെ സാന്നിധ്യം ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. How many of you love to be in God's presence? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പ്രിയപ്പെടുന്ന പകൽക്കാലം ഇവിടെ ഉണ്ട്. Hallelujah. But I have to tell you something this morning. എന്നാൽ ഒരു കാര്യം ഇന്ന് രാവിലെ നിങ്ങൾക്ക് പറയട്ടെ.
This wonderful anointing. The wonderful anointing of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകം നല്ല കാര്യമാണ്. The fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം നല്ലതാണ്. It's not for this place. എന്നാൽ അത് ഒരു കാര്യം ഓർക്കണം, അത് പ്രാപിക്കുന്നത് ഈ സ്ഥലത്തിരിക്കാൻ വേണ്ടിയല്ല. It's for outside of അത് the ഇവിടുന്ന് walls of പ്രാപിച്ചിട്ട് the നമ്മൾ tent. വെളിയിലേക്ക് പോവുകയാണ്. It's for your community. അത് നമ്മുടെ സമൂഹത്തിനാണ്. It's for the people in your neighborhood. നിങ്ങളുടെ സ്ഥലത്തുള്ളതായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അഭിഷേകം. It's going to penetrate temples. അത് ആ ക്ഷേത്രങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. It's going to penetrate the commercial world. നിങ്ങളുടെ വ്യാപാര സ്ഥലങ്ങളിലേക്ക്, മേഖലകളിലേക്ക് അത് വ്യാപരിക്കാൻ പോവുകയാണ്. It's going to overflow into the marketplace. അത് നിങ്ങളുടെ ചന്ത സ്ഥലങ്ങളിലേക്ക് ഈ ആത്മാവ് വ്യാപരിക്കാൻ പോവുകയാണ്. Get ready for an overflow of the Holy Spirit. നിറഞ്ഞ കവിയുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി എത്ര പേർക്ക് താല്പര്യമുണ്ട്? I believe with all my heart എന്റെ ഹൃദയംഗമായി ഞാൻ വിശ്വസിക്കുന്നു, that you are not here by accident this നിങ്ങളിവിടെ morning, കടന്നു വന്ന് യാദൃച്ഛികമായിട്ടല്ല. but God has chosen each and every one of you. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. And He has brought you here by a divine appointment. ദൈവത്തിന്റെ സ്വർഗീയമായ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. And He has you here because He's going to use you. നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. Because He's going to fill you. ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു. And because He's going to send you out. കാരണം നിറച്ച് നിങ്ങളെ അയക്കാൻ പോകുകയാണ്. The anointing is not for in this meeting. ഇവിടെ ഇരിക്കുന്നതായ ഈ പന്തലിനെ കീഴിരിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. The anointing is for out there. ഈ അഭിഷേകം പുറത്തു പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. Amen. ആമേൻ. The fire is going to fall. ദൈവത്തിന്റെ അഗ്നി അഭിഷേകം നമ്മുടെ മേൽ വരാൻ പോകുകയാണ്. And then what? അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? That's the biggest question. And then what? അതാണ് ഏറ്റവും വലിയ ചോദ്യം. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ട്, ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ പിന്നെ എന്തോ ചെയ്യും? What do I do when the fire falls? ഈ അഭിഷേകം എന്റെ മേൽ, അഗ്നി അഭിഷേകം എന്റെ മേൽ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ എന്തോ ചെയ്യും? What do I do when I receive this power from the ഈ Holy വലിയ Spirit? അത്യന്തമായ ശക്തി ഞാൻ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്യും? You give it away. അത് പിന്നെ നമ്മൾ വ്യാപരിക്കാൻ പോകുകയാണ്. Not too long ago, I was in India visiting. ഞാൻ ഇന്ത്യയിൽ കടന്നു വന്ന സമയത്ത്, It was about a year ago. ഒരു വർഷം മുമ്പ്, And I was eating at an Indian restaurant. ഇന്ത്യയിലുള്ളതായ ഒരു ഹോട്ടലിൽ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I love Indian food. എനിക്ക് ഇന്ത്യയിലെ ആഹാരം വളരെ ഇഷ്ടമാണ്. And I was here in this restaurant, and the waiter brought me a menu. ഞാൻ ഇങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെയിറ്റർ ഒരു മെനു എനിക്ക് കൊണ്ടുതന്നു. ആഹാരത്തിന്റെ എല്ലാ ലിസ്റ്റ് ഉള്ളതായ ആ ബുക്ക്. When I opened the menu, there was no pictures. ഞാൻ ആ മെനു തുറന്നു നോക്കിയ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന ആഹാരത്തിന്റെ പടങ്ങളൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. And everything was written in a language I did not understand. എനിക്ക് അറിയാൻ വയ്യാത്ത മലയാള ഭാഷയിൽ, ഇന്ത്യൻ ഭാഷയിൽ ഓരോ ഫുഡിനെ കുറിച്ച് എഴുതിയിരിക്കുക. I could not tell what anything was. എനിക്ക് അതെന്ത് വന്ന് യാതൊരു പിടിയില്ലായിരുന്നു. But I was feeling adventurous. ഞാൻ എന്റെ ജീവിതത്തിൽ I was feeling adventurous. ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ എന്തുമായാലും തീവ്രമായ ഒരു കാര്യം ചെയ്യാൻ, അഡ്വഞ്ചറായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചിന്തിച്ചു. And I decided to take a chance. ഞാനൊരു ചാൻസ് എടുക്കാൻ തീരുമാനിച്ചു. എന്തുമായാലും ഒരു വെല്ലുവിളി നേരിടാൻ തീരുമാനിച്ചു. So I decided I'm just going to pick something off the menu and we'll see what they bring me. എനിക്ക് അറിയാൻ വയ്യാത്ത ഭാഷയിൽ എഴുതിയിരിക്കുന്നതായ ഈ മനു എന്ന എന്തുമായാലും ഒരു കാര്യം ഞാൻ ചൂസ് ചെയ്യാൻ പോകുകയാണ്. എന്തോ അവർ കൊണ്ടുവരുന്ന നോക്കാമെന്ന് വിചാരിച്ചു വെല്ലുവിളി നേരിടാൻ തീരുമാനിച്ചു. I like Indian food. എനിക്ക് ഇന്ത്യയിലെ ഫുഡ് ആഹാരം ഇഷ്ടമാണ്. I'll eat whatever they bring me. അവരെന്തോ കൊണ്ടുവന്നാൽ എനിക്ക് ഇഷ്ടമെന്ന് തോന്നി. So I just picked something off the menu. I said, "Sir, I'll take this right here." ആ മനുവിന്റെ കാർഡൊക്കെ പറഞ്ഞു, ഈ കാണുന്ന സാധനം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. He was very polite. അദ്ദേഹം വളരെ സന്തോഷമുള്ളവനായിരുന്നു, താഴ്മയുള്ളവനായിരുന്നു. He said, "I'm very sorry, sir. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം സാറേ, We don't have any of that today. ഞങ്ങൾക്ക് അത് ഈ മനു കാണുന്ന ആ ഓർഡർ ചെയ്തായ ആഹാരം ഇന്ന് ഈ ഹോട്ടലിൽ ഇല്ല. We just ran out of it." അത് ഞങ്ങൾ തീർന്നുപോയി. I said, "That's okay." ഞാൻ പറഞ്ഞത് സാരമില്ല, that's okay. I didn't know what it was anyway. എന്തുവാലും അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല അതിനും. So I decided to pick something else. പിന്നെ വേറൊന്നും എടുക്കാൻ തീരുമാനിച്ചു. I said, "Here, I'll take this one right here." ഞാൻ പറഞ്ഞു, മറ്റുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇതെടുത്തോളാം എന്ന് പറഞ്ഞു. He was very polite. അദ്ദേഹം താഴ്മയുള്ളവനായിട്ട് പറഞ്ഞു. He said, "I'm sorry, sir. സാറേ, അതുമില്ല, We don't have any of that today. അതും തീർന്നുപോയി. We just ran out." അതിന്ന് തീർന്നുപോയിരിക്കുക. So I decided to pick something else. എന്നാ വേറെ കാര്യം തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. Again, I picked something in random off the menu. അറിയാൻ വയ്യാത്ത കാര്യം തിരഞ്ഞെടുക്കുന്ന പോലെ ഒരു കാര്യം ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ And again, he said, "I'm sorry, sir. അദ്ദേഹം പറഞ്ഞത്, സാറേ ദയവായിട്ട് ക്ഷമിക്കണം, ഈ സാധനം ഇവിടെ We തീർന്നുപോയി. don't have any of that today. അതുമില്ല, തീർന്നുപോയി. We just ran out." എല്ലാം തീർന്നുപോയി. I thought to myself, this could go on all day. ഞാൻ വിചാരിച്ചു, ഈ ദിവസം മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, ആഹാരം കിട്ടത്തുമില്ല.
So I decided to get to the bottom of the situation. ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, എന്തുവായാലും അതിന്റെ അവസാനത്തിലേക്ക് ഇതിന്റെ ഒരു കാര്യം കൺക്ലൂഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. I said, "Sir, tell me what is the very best thing you have on this menu." ഞാൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ആ വെയിറ്ററിനെ ഏൽപ്പിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കടയിലുള്ള ഏറ്റവും നല്ല സാധനം എന്തുവാ?